തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ അപകട മരണത്തെ തുടർന്ന് ആ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ ആ വേദനാജനകമായ അനുഭവത്തിൽ ഞങ്ങളെല്ലാം പങ്കുചേരുകയും അതിൽ വിഷമവും ദുഃഖവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾ രേഖപ്പെടുത്തി. അന്ന് തന്നെ ആ കുടുംബം ഞങ്ങളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്ന് കുട്ടിയുടെ ചികിത്സയായിരുന്നു. നവമിയുടെ എത്രയും വേഗം ചികിത്സ ഞങ്ങൾക്ക് ഉറപ്പാക്കി തരണമെന്നുള്ളതായിരുന്നു അവരാദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഇന്നലെ ന്യൂറോ സർജറി വിഭാഗത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ഒരു ടീം പങ്കെടുത്തുകൊണ്ട് ഏതാണ്ട് 8-9 മണിക്കൂർ നീണ്ടു നിന്ന മേജർ ശസ്ത്രക്രിയയിലൂടെ ആ കുട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾ ഉറപ്പാക്കി ഇന്നിപ്പോൾ ന്യൂറോ സർജറിയുടെ ICU വിഭാഗത്തിൽ ആ കുട്ടി ട്രീറ്റ്മെൻറ്റ് തുടരുകയാണ്. അത് കൃത്യമായി ഞാനും ഇന്നലെ മെഡിക്കൽ കോളേജിൽ പോയിരുന്നു. ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, അതുപോലെ ന്യൂറോ സർജറി HOD ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഡോക്ടർ ടിനു രവി തുടങ്ങിയിട്ടുള്ള ടീമെല്ലാം ഇന്നലെ ഉണ്ടായി. മറ്റൊരു കാര്യം അവരാവശ്യപ്പെട്ടിരുന്നത് മകനൊരു ജോലി വേണം. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് BTech പാസ്സായിട്ടുള്ള ആളാണ്. ആ ജോലി ഗവൺമെൻറ് ജോലിയായിരുന്നാൽ കൊള്ളാം എന്നവർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ സ്ഥിരം ജോലിയായിരുന്നാൽ കൊള്ളാം. ഞങ്ങളന്ന് അവിടെ ആദ്യം ചെന്നപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്ത താൽക്കാലിക ജോലി മെഡിക്കൽ കോളേജിലാണെന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം പഠിച്ചിരുന്ന വിഷയം സിവിൽ എഞ്ചിനീയറിംഗ് BTech ആയതുകൊണ്ട് അതിനനുയോജ്യമായൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ക്യാബിനറ്റ് യോഗം അവരുടെ ആ ആഗ്രഹം അനുസരിച്ച് തന്നെ അവർക്ക് സ്ഥിരം ജോലി കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പ്രശ്നമാണ്. അത് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചു. മറ്റൊരു കാര്യം, നേരത്തെ തന്നെ സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് പണി പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനാവശ്യമായ സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 12.5 ലക്ഷത്തോളം രൂപ വരും. ആ പണം സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ആ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേദന അനുഭവിക്കുമ്പോഴും അവരുടെ പ്രയാസങ്ങൾ പങ്കിടാൻ സർക്കാർ ഒപ്പം ഉണ്ടാകും എന്നന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത് അക്ഷരം പ്രതി പാലിക്കുന്ന രൂപത്തിൽ സംസ്ഥാന ക്യാബിനറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സുപ്രധാനമായ തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. ആ തീരുമാനങ്ങൾ ആ കുടുംബത്തെ ഇപ്പോൾ ഞാൻ വിളിച്ചറിയിച്ചു. അവർ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, സുഖമാകുന്നിടം വരെയുള്ള മുഴുവൻ ചെലവുകളും ഇപ്പോൾ ഗവൺമെൻറ് വഹിച്ചാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിന് എത്ര ചെലവ് വന്നാലും അത് ഗവൺമെൻറ് വഹിക്കും. തുടർന്ന് ബാക്കി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളും സമയബന്ധിതമായി നടപ്പാക്കും. ജോലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ പെട്ടെന്ന് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പ്രധാനമായൊരു നിർദ്ദേശം ഞാൻ വെച്ചത് അത് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ എഞ്ചിനീയർമാരുടെ, AEമാരുടെയും ഓവർസിയർമാരുടെ എല്ലാം പോസ്റ്റുണ്ട്. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ക്യാബിനറ്റ് അത് അംഗീകരിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൽ കൊടുക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ ദേവസ്വം ബോർഡുമായിട്ടും ആശയവിനിമയം നടത്തി കൊടുക്കുന്നതിന് തടസ്സമില്ല. ഇന്നലെ ഒരു യോഗം ചേർന്നതിൽ ഈ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹോസ്റ്റലിൻ്റെ കാര്യത്തിലടക്കം ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന്. അതെ, ഇന്നലെ ഞാൻ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ DME, ഹെൽത്ത് സെക്രട്ടറി, മറ്റ് നമ്മുടെ മെഡിക്കൽ കോർപ്പറേഷൻ്റെ ചുമതലക്കാർ തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖന്മാരും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ഞാനും പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ് നടന്നിരുന്നത്. ഏറ്റവും പെട്ടെന്ന് നമ്മൾ പുതിയ മന്ദിരത്തിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനം നടപ്പിലായി. ഇനി തുടർന്ന് അവിടെ വേണ്ടത്, നേരത്തെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് 14 ഓപ്പറേഷൻ തിയേറ്ററാണ് പുതിയ സർജിക്കൽ ബ്ലോക്കിലുള്ളത്. ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ അണുവിമുക്തമാക്കുകയും ഒപ്പം അത് സജ്ജമാക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയായിരുന്നു അവശേഷിച്ചിരുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്ന സാങ്കേതിക വിദഗ്ധരും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇന്നലത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അവരേറ്റവും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമായിരുന്നു നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ജൂലൈ 30-നകം തീർക്കണമെന്നായിരുന്നു കഴിഞ്ഞ 30-ാം തീയതി ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം. അതിൽ കുറെ കൂടി അത് നേരത്തെ ആക്കണം എന്ന് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര സ്പീഡിൽ അവർ ചെയ്ത് തീർത്തു തരും എന്ന രൂപത്തിലേക്ക് ഇന്ന് തന്നെ ഉദ്യോഗസ്ഥ പ്രമുഖരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായിരുന്നു എടുത്ത ഒരു തീരുമാനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തീരുമാനം, പഴയ ബിൽഡിങ്ങിലുള്ള നമ്മുടെ
ഫോൺ കണക്ഷൻ BSNL-ലുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ചേഞ്ച് തന്നെ പ്രവർത്തിച്ചിരുന്നു പഴയ ബിൽഡിങ്ങിൽ. ആ പഴയ ബിൽഡിങ്ങിൽ പ്രവർത്തിച്ച എക്സ്ചേഞ്ച് തന്നെ അങ്ങോട്ട് മാറുമ്പോൾ 2000-ൽ പരം കണക്ഷനുകൾ അതിൽ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ വിവിധ വാർഡുകളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കേണ്ടത്. അതെത്രയും വേഗം പൂർത്തീകരിച്ച് തരാൻ ആവശ്യമായ ഇടപെടൽ BSNL-ലുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചു. അതിനാവശ്യമായ ഫണ്ടും കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു.